ഹായ് ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോസ്മെറ്റിക്സ്, അതായത് ഓർഗാനിക് ഹോം മെയ്ഡ് പ്രോഡക്ട്സിന് ഇന്ന് വലിയ ഡിമാൻഡാണുള്ളത് അല്ലേ. അപ്പോൾ നമ്മളത് ചെയ്തതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഒത്തിരി പേര് ചെയ്ത് എന്തെങ്കിലുമൊക്കെ സ്വന്തം വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അവർ അത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പ്രോഡക്ട്സ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതിന് നമുക്കൊരു റിസൾട്ട് കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, നമ്മളത് പഠിച്ചാൽ പോരാ, അത് ചെയ്ത് കൊടുത്താൽ പോരാ. പക്ഷേ എന്താണ് പിന്നെ നമ്മളത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിൽ ഓർഗാനിക് എന്ന് പറഞ്ഞ് ചേർക്കേണ്ട പല കാര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ ഓർഗാനിക് ഹോം മെയ്ഡ് പ്രോഡക്ട്സ് ഒക്കെ, സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നവർക്കറിയാം, അതിൽ ചേർക്കുന്ന ഹെർബൽ പൗഡേഴ്സ് അല്ലേ, നമ്മൾ ഫേസ് വാഷ്, ലിപ് ബാം ഒക്കെ ആണെങ്കിലും നമ്മൾക്ക് അതിൽ ചേർക്കുന്ന ഡ്രൈ ഫ്ലവേഴ്സ്, ഡ്രൈ ലീവ്സ്, അതേപോലെ അതിൽ ചേർക്കുന്ന ഒത്തിരി കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഐറ്റംസുകളുണ്ട്, ആയുർവേദ മരുന്നുകളുണ്ട്, മഞ്ചിഷ്ട, ലിക്കോറൈസ്, ലോദ്ര, കോലരക്ക്, അങ്ങനെ ഇഷ്ടം പോലെ നമുക്ക് നാവിൽ ഒതുങ്ങാൻ പറ്റാത്ത ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട് അല്ലേ. അതൊക്കെ നിങ്ങൾക്ക് ഒറിജിനലായിട്ട് ചേർത്താൽ മാത്രമാണ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കിട്ടത്തുള്ളൂ. അവർക്കത് കിട്ടിയാലാണ് നമ്മുടെ സംരംഭം വളരുകയുള്ളൂ അല്ലേ. അപ്പം നമ്മുടെ ഉദ്ദേശം അതാണ്. ഓർഗാനിക്കിന് ഇന്ന് ഇഷ്ടം പോലെ ആളുകളാണുള്ളത് ഓർഗാനിക് പ്രോഡക്ട്സ് വാങ്ങിക്കാനായിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ പണ്ട് അല്ലേ, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കൺമഷിയൊക്കെ ഒരു 250 റുപ്പീസൊക്കെ കൊടുത്തിട്ട് ഇത്രയും ചെറിയൊരു 5 ഗ്രാമിൻ്റെ കൺമഷിയൊക്കെ നമുക്ക് മേടിക്കും. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അത് എന്തായാലും അത് വാങ്ങിക്കില്ല എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. നമ്മുടെ തന്നെ കാര്യം എടുത്താൽ നമുക്കറിയാം. കാരണം അന്ന് പറയാൻ ഇത്രയധികം കെമിക്കൽസ് ഉണ്ടായിരുന്നില്ല എന്ന് പറയാം പണ്ടത്തെ പ്രോഡക്ട്സുകൾ. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ബിസിനസ് മൈൻഡാണ് എല്ലാവർക്കും. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഒത്തിരി ആളുകൾ ഈ കോസ്മെറ്റിക്, ഈ ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങുന്നത് പോലെ തന്നെ ഒത്തിരി ഓർഗാനിക് പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒറിജിനലായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രോഡക്റ്റിന് ഉപയോഗിക്കുന്ന അതേ ഐറ്റംസ് തന്നെ ഒരുപാട് പേരുടെ ആഗ്രഹം അനുസരിച്ച് നമ്മളത് സെയിലും ചെയ്യുകയാണ്. അപ്പോൾ ആ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഞാനത് കാണിക്കാം. അതായത് നമുക്ക് എല്ലാ പ്രോഡക്റ്റ്സും അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്കൊരു ഫേസ് വാഷ് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ റോസ് പെറ്റൽസ്, ഡ്രൈ റോസ് പെറ്റൽസ്, അതേപോലെ തന്നെ നമ്മുടെ ശംഖുപുഷ്പം, അതേപോലെ ലിക്കോറൈസ്, മഞ്ചിഷ്ട, ലോദ്ര, സിറങ്ങൾ ഉണ്ടാക്കാൻ, ക്രീമുകൾ ഉണ്ടാക്കാൻ, അതിനുള്ള ബേസുകൾ, പാരബിൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസുകൾ, എന്തിന് ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ നമ്മുടെ പാക്കിംഗ് മെത്തേഡിലേക്ക് പോകുമ്പോൾ അതിന് വേണ്ട ബോട്ടിൽസ്, അതും എന്താ പറയുക, ഇന്നും മാറിക്കൊണ്ടിരിക്കുന്ന അതും ട്രെൻഡാണ് അല്ലേ. ന്യൂ ട്രെൻഡ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ്. അപ്പോൾ ആ പാക്കിങ്ങിലുണ്ട് അതിനൊരു ഭംഗി. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഉണ്ടാക്കൽ തുടങ്ങി അത് പാക്ക് ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് ഭംഗിയായിട്ട് എത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രോഡക്റ്റും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഹോൾസെയിലായിട്ട്, റിറ്റെയിലായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇത് നമ്മുടെ വീഡിയോസിൽ വീണ്ടും നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഫോളോ ചെയ്യുക, എന്നാലാണ് നിങ്ങൾക്ക് വീണ്ടും ഇത് കാണാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.